ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പപ്പി സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കുഞ്ഞിനൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ് കേട്ടോ. ഇത് വരാനിരിക്കുന്ന എപ്പിസോഡാണ്. അപ്പോൾ കുഞ്ഞിങ്ങനെ റോഡിലൂടെ വരുന്ന സമയത്ത് ജയകൃഷ്ണൻ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അയാൾ ഈ കുഞ്ഞിനെ പെട്ടെന്നൊരു വണ്ടി വന്ന് ഇടിക്കുന്ന ആ ഒരു രംഗം കാണണം. പിന്നീട് അയാളൊന്നും നോക്കില്ല, ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയാണ് കേട്ടോ. പപ്പിയെ ആ വണ്ടിയുടെ മുന്നിൽ നിന്ന് അങ്ങ് രക്ഷപ്പെടുത്തുമ്പോൾ കുഞ്ഞാകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഈശ്വര എന്ന ഭാവത്തിൽ കുഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ മോളെ നീ പേടിക്കണ്ട, എന്തെങ്കിലും പറ്റിയോ? എൻ്റെ കൈക്ക് മുറിവ് പറ്റി, നടു റോഡിലൂടെയാണ് നടക്കുന്നത്, എന്ത് പണിയാണ് നീ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനിങ്ങനെ വഴക്ക് പറയാനേട്ടാ. അപ്പോൾ കുഞ്ഞ് പറയണേ ഞാൻ അറിഞ്ഞില്ല വണ്ടി വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ മോളുടെ വീട് എവിടെയാണ്, സ്കൂൾ ബസ്സൊന്നുമില്ലേ? ഇല്ല, ഞാനിങ്ങനെയാണ് പോവാറ്, എൻ്റെ അച്ഛനാണ് വിളിക്കാൻ വരാറ്, പക്ഷേ അച്ഛൻ ഇന്ന് വന്നില്ല എന്നുള്ള വാക്കുകളൊക്കെ കുഞ്ഞ് പറയുമ്പോൾ ശരി നിന്നെ ഞാൻ നിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോവാം എന്ന് പറയാണ്. ഇതേ സമയം ശാലിനി ആണെങ്കിൽ അവിടെയുണ്ട്, പക്ഷേ കാർത്തികേയ എവിടെയുണ്ട്? ഇത് കാർത്തികയുടെ വീട് സത്യഭാമയുടെ വീട്ടിലോട്ടാണ്. ഈ പോകുന്നതൊന്നും അറിയാതെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ ഈ സമയം കുഞ്ഞ് അവിടോട്ട് അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ജയകൃഷ്ണനെ ഇങ്ങനെ കാർത്തിക മുകളിൽ നിന്ന് കാണാണ്. ഇയാളെന്താ പതിവില്ലാത്ത ഇങ്ങോട്ടേക്ക് ഒരു വരവ്, ഈശ്വര പെട്ടല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ഇങ്ങനെ വിഷ്ണു കടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ വിഷ്ണു സത്യഭാമയും കൂടി കടന്നു വരുമ്പോൾ എന്താ ഇയാൾ ഇവിടെ വീണ്ടും വന്നിരിക്കുന്നു എന്നിങ്ങനെ പറയുമ്പോൾ പറയാണ്, അതെ ഞാൻ ഈ കുഞ്ഞിന് ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ട് വന്നതാണ്. അത് കേൾക്കുന്ന സത്യഭാമ ആകെ ഞെട്ടണേ, എന്താണ് എൻ്റെ മോൾക്ക് എന്താ പറ്റിയതെന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞ് കാര്യങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കണം. ഇങ്ങനെ കുഞ്ഞിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ സത്യഭാമ ആകെ ഞെട്ടിപ്പോവാനേട്ടാ. ഈ സമയം ജയകൃഷ്ണനോട് വല്ലാത്തൊരു സന്തോഷം തന്നെ തോന്നാണ്. എന്നാൽ ഇവിടെ കാർത്തികയാണെങ്കിലും ആകെ പേടിച്ച് വിറക്കണേ. ജയകൃഷ്ണൻ എന്തിന് ശാലിനിക്കൊപ്പം നിൽക്കുന്നു എന്ന ഭാവത്തിൽ കാർത്തിക നിൽക്കുകയാണ്. പിന്നീട് കാർത്തിക ഒന്നും നോക്കില്ല. കാർത്തിക പെട്ടെന്ന് തൻ്റെ ഫോണെടുത്ത് മധുശ്രീക്ക് വിളിക്കുകയാണ്. മധുശ്രീ നീയല്ല അവനെ തട്ടിക്കൊണ്ട് പോകാമെന്നോ, നീ അവനെ മാറ്റുക എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്താ ഈ കാണിച്ചിരിക്കുന്നു എന്നൊക്കെ സ്വയം മനസ്സുകൊണ്ട് പറഞ്ഞിട്ട് മധുശ്രീക്ക് വീണ്ടും വീണ്ടും വിളിക്കാൻ ഒരുങ്ങുമ്പോൾ മധുശ്രീയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ സമയം ഇവൾ മുങ്ങിയിരിക്കുന്നു, എന്നെ കുരുക്കിലാക്കി, എന്തായാലും ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങാം, സത്യാമ്മ ഇന്ന് എന്നെ കൊല്ലും, എല്ലാ സത്യങ്ങളും ശാലിനി ഇപ്പോൾ ജയകൃഷ്ണനും തുറന്നു പറയുമോ എന്ന പേടിയോട് കൂടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം അതിന് മുന്നേ ഒരു ഫ്ലക്സ് വെക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ല. അപ്പം അതിനെയൊക്കെ സംബന്ധിച്ച് ശാലിനിക്ക് ഫോൺ കോളും വന്നതാണല്ലോ. അപ്പോൾ ഈ സമയം ജയകൃഷ്ണൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് സത്യഭാമയുടെ വീട്ടിലോട്ട് വന്നിരിക്കുന്നത്. സത്യഭാമയുടെ എല്ലാ സത്യങ്ങളും തുറന്നു പറയും എന്നൊക്കെ കരുതി കാർത്തിക തൻ്റെ പെട്ടിയെടുത്ത് പെട്ടെന്ന് ഡ്രസ്സും പ്രമാണമൊക്കെ എടുത്ത് അവിടെ നിന്ന് ഓടാൻ നോക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഇതൊന്നും അറിയില്ല, കുഞ്ഞിനിങ്ങനെ ആക്സിഡൻ്റായി കുഞ്ഞിനെ രക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുകയാണെന്നുള്ള സത്യം കാർത്തികയ്ക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ കാർത്തിക തൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് പേടിച്ച് വിറച്ച്, ഈശ്വര ഇനി ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്താ ചെയ്യുക, എനിക്കൊരു രക്ഷയില്ലല്ലോ, ഇന്ന് എന്നെ സത്യഭാമ എന്നെ പിടിക്കപ്പെടും, ഏതിലൂടെ ഞാൻ രക്ഷപ്പെടും, മുമ്പിലാണെങ്കിൽ ഇവരിയ്ക്കുന്നു, എന്നാൽ എനിക്കൊരു രക്ഷയില്ലല്ലോ, ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ കാർത്തിക സ്വയം ഇങ്ങനെ പറഞ്ഞിട്ട് പേടിയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം സത്യഭാമയാണെങ്കിലോ നീ എവിടെ ആദ്യം വന്നു, നീ ആദ്യം ആ പറഞ്ഞ ആ പെൺകുട്ടിയുടെ ഫോട്ടോ അത് ഞാൻ കാണാൻ പറ്റിയില്ല, എന്നാൽ നിൻ്റെ ആ തിരഞ്ഞു വന്ന പെൺകുട്ടിയെ കിട്ടിയോ? അപ്പോൾ ജയകൃഷ്ണൻ പറയുന്നത് അവളെ കിട്ടിയില്ല, എന്നാൽ എനിക്ക് അവളെ ഒന്ന് കാണിച്ചു തരുമോ? തീർച്ചയായും കാണിച്ചു തരാമല്ലോ എന്ന് പറയുമ്പോൾ കാർത്തിക മുകളിൽ നിന്ന് ഈശ്വര പെട്ടല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിന്നിട്ട് ആ പെട്ടിയെടുത്ത് ബാക്കിലൂടെ ഓടാൻ ശ്രമിക്കുന്ന സമയത്താണ് മധുശ്രീ തിരിച്ചു വിളിക്കുന്നതായിട്ട്. അങ്ങനെ മധുശ്രീ എന്തിനാ നീ എൻ്റെ ഫോണിലോട്ട് ഒത്തിരി തവണ വിളിച്ചത്, നീ എന്തിനാടി ഫോൺ ഓഫ് ചെയ്തിട്ട് മറ്റുള്ളവരെ ടെൻഷൻ എടുപ്പിച്ചിട്ട് മറ്റുള്ളവരെ കൊലക്ക് കൊടുത്ത് നീ രക്ഷപ്പെടാനുള്ള മാർഗമാണ് ചെയ്തത് എന്നിങ്ങനെ പറയുമ്പോൾ മധുശ്രീക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ഇനി എന്നെ എടിപ്പൊടി എന്നൊക്കെ വിളിക്കുന്നത് നിർത്തിക്കോ, നീ എന്തിനാ വിളിച്ചതെന്നെങ്കിൽ കാര്യം പറ, അതല്ലെങ്കിൽ എൻ്റെ സ്വഭാവം ശരിക്കും നീ അറിയുമെന്ന് പറയുമ്പോൾ നീ എന്തിനാണ് ജയകൃഷ്ണനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞിട്ടത്, നീ അവനെ തട്ടിക്കൊണ്ടു പോവാ എന്നൊക്കെ കള്ള നുണകൾ പറഞ്ഞിട്ട് എന്നെ കുരുക്കിലാക്കിയതാണോ എന്ന് ചോദിക്കുമ്പോൾ ജയകൃഷ്ണനെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതാണ്, നീ എന്താ ഈ പറയുന്നത്, അവൻ ഇവിടെ വന്നിട്ടുണ്ട്, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് ആ പെട്ടി അങ്ങ് താഴോട്ട് വീഴാനിട്ടോ. അതോടുകൂടി ഉമ്മറത്ത് ചെന്ന് വീഴാണ്. പിന്നീട് കാർത്തികക്ക് അത് എടുക്കാനും കഴിയില്ല. അങ്ങനെ കാർത്തികയോടും മധുശ്രീ പറയണ ഈ ഒരു പണി ചെയ്യ്, തൽക്കാലം നീ നിൻ്റെ റൂമിൽ പൂട്ടിയിരുന്നേക്ക്, ഞാൻ അവനെ വിട്ടിട്ടൊന്നുമില്ല, അവനെ എന്തിനാ അവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല, സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ, നീ എന്തായാലും അവൻ്റെ കണ്ണിൽ പെടാതെ നീ അവിടെ ഒളിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ട് കാർത്തിക് എന്ത് ചെയ്യുന്നത് തൻ്റെ റൂമിൽ പൂട്ടി അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം കാർത്തിക കട്ടിനടിയിൽ ഒളിച്ചിട്ടുണ്ടാവും.
അങ്ങനെ ഈ സമയം ജയകൃഷ്ണനാണ് എന്നാൽ ശരി സത്യാമ്മ ഞാനിവിടെ അധികം ഇരിക്കുന്നില്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ജയകൃഷ്ണൻ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ എന്ത് നല്ല മനസ്സുള്ള ചെറുക്കൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവൻ പുറത്തിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ഒരു പെട്ടി പുറത്ത് കിടക്കുന്നുണ്ടാവും കേട്ടോ. ഇത് കാണുന്നതിനോടുകൂടി ആ പെട്ടിയെ എടുത്തിട്ട് സത്യാമ്മക്ക് മുന്നിൽ അങ്ങ് കൊണ്ടുവരികയാണ്. അങ്ങനെ സത്യാമ്മയോട് പറയണത് പുറത്ത് നിന്ന് കിട്ടിയ പെട്ടിയാണെന്ന് പറയുമ്പോൾ എന്നാൽ ശരി ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അയാൾ പോവുകയും ചെയ്തു. പക്ഷേ ഈ പെട്ടി കാണുന്ന വിഷ്ണു ഇത് കാർത്തികയുടെ പെട്ടിയാണല്ലോ, ഇതെങ്ങനെ താഴെ വന്നു എന്നിങ്ങനെ വിഷ്ണു പറയുന്നു. ഇതേ സമയം കാർത്തികയെ പറയുന്നത് പോലെ ഇവിടെയൊന്നും കാണാനില്ലല്ലോ എന്ന് സത്യാമ്മ പറയുമ്പോൾ എല്ലാവരും കൂടി കാർത്തികയുടെ റൂമിലോട്ട് ഓടുകയാണ് കേട്ടോ. അങ്ങനെ വിഷ്ണുവും സത്യഭാമയും ശാലിനിയും ശ്യാമയും എല്ലാവരും കൂടിയിട്ട് കാർത്തികയെ ഒരുപാട് തവണ കഥകിൽ തട്ടിയിട്ടും കാർത്തിക വിളിക്കുന്നില്ല. പക്ഷേ കാർത്തികയാണെങ്കിൽ ഈശ്വര സത്യഭാമയുടെ കയ്യിൽ ഗണ്ണുണ്ടാവും, എന്നെ കൊല്ലുമോ, അയാൾ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞത് കൊണ്ട് തന്നെ എന്നെ കൊല്ലുമോ, എനിക്ക് പേടിയാവുന്നു, ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഡോറ് തുറന്നു കൊടുക്കുന്നില്ല, ഒത്തിരി തവണ തട്ടിയിട്ടും ഡോറ് തുറന്നു കൊടുക്കുന്നില്ലെന്ന് കാണുമ്പോൾ സത്യഭാമ പറയണം ആ വാതിലങ്ങ് ചവിട്ടി പൊളിച്ചേക്ക്, ചിലപ്പോൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്തിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല, ഇന്നത്തെ പെൺകുട്ടികൾ അങ്ങനെയാണ്, അതുകൊണ്ട് വേഗം ചവിട്ടി പൊളിക്കുക എന്ന് വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണു ഒത്തിരി തവണ ആ വാതിൽ ആഞ്ഞടിക്കണേട്ടാ. അപ്പോഴും കുറ്റി നീങ്ങുന്നില്ല, കുറ്റി വീഴുന്നില്ല. എന്നാൽ ഈ സമയം കാർത്തികയാണെങ്കിൽ എന്തായാലും വേണ്ടില്ല, ഞാനിവിടെ ഇരിക്കുന്നത് കണ്ടാൽ എന്തായാലും ഗണ്ണുണ്ടാവും, അത് ചവിട്ടി പൊളിച്ചാലും തുറന്നു കൊടുത്താലും ഒരുപോലെ തന്നെ, അതുകൊണ്ട് തന്നെ വാതിൽ തുറന്നു കൊടുക്കാമെന്ന് പറഞ്ഞ് കാർത്തിക അങ്ങ് വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന സത്യഭാമയും കലിയടങ്ങി നിൽക്കുന്ന വിഷ്ണുവിനെ ആയിരിക്കും രണ്ടുപേരും ഭയങ്കര ദേഷ്യത്തോട് കൂടി നിൽക്കുന്നത് കാണുമ്പോൾ കാർത്തിക പിന്നെ ഒന്നും നോക്കില്ല. സത്യമേ എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു തെറ്റ് പറ്റി, എന്നോട് ക്ഷമിക്കണം, ഞാനൊരു തെറ്റ് ചെയ്തു സത്യമേ, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം, സത്യാമ്മക്ക് ദ്രോഹം ചെയ്ത ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാം, എന്നെ വെറുതെ വിട്ടേക്ക്, സത്യാമ്മയുടെ ഗണ്ണ് കൊണ്ട് എന്നെ കൊല്ലരുതേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോകുമ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നറിയാതെ വിഷ്ണു സത്യാമ്മയും ഞെട്ടി നിൽക്കുകയാണ്. ഇതേ സമയം ശ്യാമ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എൻ്റെ ചേച്ചി എന്ന് പറയുമ്പോൾ തീർച്ചയായും എന്ന് പറയാനിട്ടാ. ഈ സമയം സത്യാമ്മ പറയണേ എന്തിനാണ് നീ എൻ്റെ കാലിങ്ങനെ പിടിക്കുന്ന കരയുന്നത്, ഞാൻ നിന്നെ എന്താ കാണിച്ചത്, ഞാൻ നിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ നീ എന്തിനിങ്ങനെ കരയണം. അപ്പോൾ സത്യാമ്മ ഒന്നും അറിഞ്ഞില്ല, എന്തറിഞ്ഞില്ല എന്ന അല്ല സത്യാമ്മ എന്നോട് ദേഷ്യപ്പെട്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ഞാൻ കരുതിയിട്ട് വാതിലങ്ങ് പൂട്ടി, എന്തിന് ഞാൻ നിന്നോട് ദേഷ്യപ്പെടണം, അതല്ല വിഷ്ണുവേട്ടൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാത്തതിലാണോ ദേഷ്യപ്പെട്ടതെന്ന് പറയാൻ കഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ശാലിനി പറയണേ ഇവളുടെ ആ കരച്ചിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇവൾ ആരെ കണ്ട് ഭയന്നത് കൊണ്ടാണ് ഇവളിങ്ങനെ പറഞ്ഞത്, എന്നാൽ അത് ആരാണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നിങ്ങനെ അവിടെ ഷാലിനി പറയുമ്പോൾ ശ്യാമയും അത് ആവർത്തിക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം സത്യാമ്മ വീണ്ടും ചോദിക്കുകയാണ് നീ എന്തിനാ കരഞ്ഞത്, എനിക്ക് മനസ്സിലാവുന്നില്ല, നീ എന്തിനാ എൻ്റെ കാലിൽ മാപ്പ് പറഞ്ഞത്, നീ എന്ത് തെറ്റാ ചെയ്തത്, അതിന് മാത്രം തെറ്റ് എന്ത് നീ ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ സത്യാമ്മേ ഞാൻ സത്യാമ്മയുടെ കാൽക്കൽ വീണത്, ഞാൻ വിഷ്ണുവേട്ടന് കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തില്ല, സത്യാമ്മ പറഞ്ഞപ്പോൾ കതക് തുറന്നില്ല, അതിൻ്റെയൊക്കെ ദേഷ്യത്തിൽ സത്യാമ്മ എന്നെ വല്ലതും ചെയ്യുമോ എന്ന പേടി കൊണ്ടാണ് ഞാൻ ഇയർഫോൺ വെച്ച് കാര്യങ്ങൾ നടത്തുന്നത് കൊണ്ട് തന്നെ, ഫോണിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ, ഒരു മൂവി കാണുന്നത് കൊണ്ട് തന്നെ എനിക്ക് സത്യാമ്മ കഥകിൽ തട്ടിയതൊന്നും ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ സത്യാമ്മക്ക് ഇനി കലി വന്ന് സത്യാമ്മ ഇനി എന്നെ വഴക്ക് പറയുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ സത്യാമ്മയുടെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ സത്യാമ്മ പറയണം ഓ ഇത്ര നിസ്സാര കാര്യത്തിനാണ് നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്, എന്താ എൻ്റെ കാർത്തികേ എന്നിങ്ങനെ പറയുമ്പോൾ സത്യാമ്മ എന്നോട് ക്ഷമിച്ചോ എന്നിങ്ങനെ വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ. വീണ്ടും അഭിനയം തുടരുകയാണ്. അപ്പോൾ ശാലിനി മനസ്സുകൊണ്ട് പറയുന്നുണ്ട് തീർച്ചയായും ഇവളെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് ആരാണ്, അവൻ തന്നെ ജയകൃഷ്ണൻ എന്നിങ്ങനെ ശാലിനി മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി കാർത്തിക അധികമൊന്നും ഉണ്ടാവില്ല, 2 ആഴ്ചക്കുള്ളിൽ കാർത്തികയുടെ ആ ഒരു സീന് അവസാനിക്കുകയാണ് കേട്ടോ.